എന്താണാവോ പരീക്ഷ ഉണ്ടോ? വല്ല PSC ടെസ്റ്റ് ഉണ്ടോ? പ്രായം കഴിഞ്ഞല്ലാടി. കുറേ ദിവസമായിട്ട് നീ ഈ പുസ്തകം എടുത്ത് ഇങ്ങനെ മലത്തിയിട്ട് അത് നോക്കണം ഇത് നോക്കണം. എന്താണ് ആരുടെങ്കിലും അഡ്രസ്സ് നോക്കണേണോ? ഓ, ഇതിനകത്ത് നല്ലതൊന്നും ഇല്ലെന്നേ. അത് വലിയ പുസ്തകമാണ്. നിനക്ക് പറ്റിയത് കിട്ടണമെങ്കിൽ കൊച്ചു പുസ്തകം മേടിക്കണം. അതിനകത്താണുള്ളത്. അതല്ല, ആ നിങ്ങളുടെ പെങ്ങടെ കൊച്ചിനെ ഇടാൻ പറ്റിയ ഒരു നല്ല പേര് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അവളെ പടിയടച്ച് പിണ്ണം വെച്ചതല്ലേ. പിന്നെ അവളുടെ കൊച്ചിന് ഞാൻ എന്തിനാ പേരിടുന്നത്? നിങ്ങളൊരാങ്ങളെയല്ലേ, എന്തേ ഇങ്ങനെയൊക്കെ പറയണത്? ഒളിച്ചോടിയപ്പോ ആലോചിക്കണമായിരുന്നു. ഒരു ആങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒളിച്ചോടിയെന്നും പറഞ്ഞോണ്ട് അത് പെങ്ങളല്ലാതാവൂലല്ലോ. കൊച്ചിന്റെ ജാതകം വായിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അയ്യോ, അതിന് കൊച്ചു അത്തിട്ടില്ല, അതിന്റെ 28 വരണത്. അതിന് ആങ്ങളെയായ നിങ്ങളും ഞാനും കൂടെ ചേർന്ന് ഒരു നല്ല പേര് സെലക്ട് ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞോണ്ട് അവള് വിളിച്ചിരുന്നു. അപ്പൊ നിന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ഉണ്ട്. അവളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? ചേട്ടനും ചേച്ചി എനിക്ക് അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്താണ്, അതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് തരുന്ന പേര് ആ കൊച്ചിനെ അവള് ഇടുള്ളന്ന്. പുതിയ ബന്ധം ഉണ്ടാക്കി കൊണ്ടുപോയി. എന്നെ കണ്ടാ മിണ്ടാറില്ല. അവളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ആണെന്ന്. അതിനിപ്പോ എന്താ, ആ കുഞ്ഞിനൊരു പേരിന് സെലക്ട് ചെയ്ത് കൊടുക്കുക, നമ്മൾ അവിടെ ചെല്ലുക, 28 കെട്ടാനായിട്ട് കൂടുക. എയിൽ തുടങ്ങി എയിൽ അവസാനിക്കണ ഒരു നല്ല പേര് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തപ്പിക്കൊടുക്കും. ഓസ്ട്രേലിയ, ആഫ്രിക്ക, ഏഷ്യ, അന്റാർട്ടിക്ക എല്ലാ എയിൽ തുടങ്ങി എയിൽ അവസാനിക്കണതാ. അയ്യോ, രാജ്യത്തിന്റെ പേരല്ല, കൊച്ചിനിടാനൊരു പേരാണ് പറഞ്ഞത്. അരവണ, അനക്കോണ്ട, അലംബന. അത് നിങ്ങള് അലംബന, ലോക അലംബന. നിങ്ങൾ പേര് സെലക്ട് ചെയ്യണ്ട, നിങ്ങളുടെ സെലക്ഷൻ അല്ലെങ്കിലും മോശമാണ്. ആ അത് സത്യ. ആ പെണ്ണ് കണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് നിന്റെ ഫോട്ടോ കാണിച്ചപ്പോ എന്റെ കൂട്ടുകാരി പറഞ്ഞു സെലക്ഷൻ മോശമാണല്ലടാ. അതുപോലെ എന്റെ കൂട്ടുകാർ ഒരു കാര്യം പറഞ്ഞായിരുന്നു നമ്മുടെ കല്യാണത്തിന്റെ റിസപ്ഷന്റെ അന്ന്. എന്ത് കാര്യം? നിനക്ക് കാണാൻ കൊള്ളാത്ത ഒരാളാണെങ്കിൽ ഇച്ചിരി ബുദ്ധിയുള്ള ഒരാളിനെ കെട്ടാൻ പാടില്ലാർന്നു. നിന്നെയൊന്നും ബുദ്ധിയുള്ള ഒരുത്തരും കെട്ടൂലടി. അത് നിങ്ങളുടെ വായിന്ന് തന്നെ കേട്ടല്ല, എനിക്ക് സന്തോഷായി. മനുവർമ്മയുടെ മനു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ, മനു ഉണ്ണികൃഷ്ണൻ. കൊള്ളാം അല്ലേ? നല്ല പേരാ മനു ഉണ്ണികൃഷ്ണൻ. MANUUNNIKRISHNA. മനു കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇടരുത്. ഒരുമിച്ചാണ് എഴുതണമെങ്കിൽ മണ്ണുണ്ണി കൃഷ്ണൻ എന്ന് വായിക്കും. ഒരു തിളങ്ങണ പേര് പറഞ്ഞു. ചന്ദ്രൻ. രാത്രി വെട്ടി തിളങ്ങണ സാധനമാണ് ചന്ദ്രൻ. രാജാക്കന്മാരുടെ പേരായാലോ? കിങ് ലിയർ എന്നല്ല, രാജാവിന്റെ പേരാ കിങ് കോബ്ര. പിന്നെ ഇതുവരെ കുട്ടികൾക്ക് ഇടാത്ത പേരാണ് കിങ് ഫിഷർ. അയ്യേ, അത് ബിയറിന്റെ പേരല്ലേ? ആ അത് ഇതുവരെ കൊച്ചിൻ കിട്ടറില്ല. അതെ, ഹിന്ദി ഇംഗ്ലീഷും മലയാളവും കൂടെ ചേർന്നൊരു നല്ല പേര് പറ. നിങ്ങളല്ലേ, നിങ്ങൾ ഒളിച്ചോടി പോയതല്ലേ. അവക്ക് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ചേർന്ന ഒരു പേര് കൊച്ചിന് ഇട്ട് കൊടുക്കാം. മാമന്റെ കടമയല്ലേ. തൂ റാൻ പോയി. തൂ ഹിന്ദി, റാൻ ഇംഗ്ലീഷ്, പോയി. മൂന്നും കൂടി ആകുമ്പോൾ കറക്റ്റാ. ഇതുവരെ ഒരു കൊച്ചിനും ഇട്ടിട്ടില്ല. ഇടാൻ സമ്മതിച്ചിട്ടില്ല. ഊളത്തരം പറയേണ്ട താമസം അവള് പോയി. ഇനി ഈ പേരെങ്ങാനും കൊച്ചിന് ഇടുവോ? ഡേ, ഞാൻ തമാശ പറഞ്ഞാണ്ട് ആ പേരൊന്നും കൊച്ചിനിടല്ലേ. വേറെ നമുക്കറം കണ്ടുപിടിക്കാം. എന്ത് ചോദിച്ചാലും വൃത്തികേട് വിളിച്ചു പറയും. ചോദിക്കാൻ പോയി എന്നെ വേണം ആദ്യം തല്ലാനായിട്ട്. എന്താണ് നോക്കിയത്? ചേച്ചി, എന്താ വരാൻ പറഞ്ഞത്? എടി, ചേട്ടന്റെ പെങ്ങള് പ്രസവിച്ചല്ല. ഏതാ ഒളിച്ചോടി പോയതാ? അവള് തന്നെ. അപ്പൊ അവിടെ കൊച്ചിനൊരു ഇടാൻ പറ്റിയൊരു നല്ല പേര് വേണോന്ന് പറഞ്ഞ അവള് വിളിച്ച്. ചേച്ചിക്കൊല്ലം കിട്ടിയാ? എനിക്കൊന്നും കിട്ടില്ല, അതാ ഞാൻ നിന്നോട് വിളിച്ചു പറഞ്ഞത്. ആഹാ, ഒരു ഒറ്റ അക്ഷരത്തില്, മലയാളത്തിൽ ഒറ്റ അക്ഷരത്തിൽ ഇടാൻ പറ്റിയൊരു പേരുണ്ട്. ഒറ്റ അക്ഷരം കൊണ്ട് പേരാ? അതാകുമ്പോ പെട്ടെന്ന് പണിയും കഴിയും. അഞ്ജന. അഞ്ജനക്ക് ഒറ്റ അക്ഷരാണ്, 3-4 അക്ഷരം ഇല്ലേ? ചേച്ചി 5 നാ ചേർത്ത് എഴുതിയാ പോരെ, അഞ്ജന. എടി പൊട്ടി, അതിനാക്ക് വെച്ച് പെണ്ണല്ല, ആണാണ്. ഓ അങ്ങനെയാണോ? ചേച്ചിയുടെ മനസ്സിൽ വല്ലതുണ്ടാ? എന്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ തീയിൽ അവസാനിക്കണ ഒരു പേരായിരിക്കണമെന്നുണ്ട്. എനിക്ക് കിട്ടി, മമ്മൂട്ടി. അതല്ലേ ഉദ്ദേശിച്ചത്? ഏകദേശം അതുപോലൊക്കെ സിനിമാടന്മാരുടെ പേരാകുമ്പോ ഒരു ഗുമ്മുണ്ടാവുമല്ലോ. അന്നൊരു കാര്യം ചെയ്യാം, കൃഷ്ണൻകുട്ടി, രാമൻകുട്ടി, ഗോവിന്ദൻകുട്ടി അങ്ങനെ അങ്ങോട്ട് ഇടാം. അയ്യേ, അതൊക്കെ ഒരുമാതിരി ഓൾഡ് ജനറേഷൻ പേരല്ലേ, കൊച്ചിന് ചേരൂല. ഏതെങ്കിലും ഒരു ന്യൂജൻ പേര് പറ. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും ചേർത്തിട്ട് ഇടുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് അച്ഛന്റെ പേര് കൃഷ്ണനും അമ്മയുടെ പേര് മീര എന്നും ആണെങ്കിൽ കൃമിന്നും, പിന്നെ അച്ഛന്റെ പേര് കൃഷ്ണനും അമ്മയുടെ പേര് ശീല എന്നാണെങ്കിൽ കൃഷി എന്നൊക്കെ ഇടുന്ന പോലെ ഉണ്ട്. അതുപോലെ ഇട്ടാലോ നമുക്ക്? അങ്ങനെ ഇടാൻ പറ്റൂലോ, ശരിയാകൂല. അവന്റെ പേര് അജിത്ത് എന്നും അവളുടെ പേര് പിങ്കി എന്നും അല്ലേ? അപ്പാ ഓ അത് വേണ്ട, അത് ശരിയാവൂല. അത് ഇതിലും വലിയ ബോറായിപ്പോ. ഞാനൊരു ഐഡിയ പറയട്ടെ. ഇതുവരെ ആരും ഇടാത്തൊരു പേര്, കൺമണി, ബാലാമണി, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്.
തങ്കമണിയൊക്കെ നമുക്ക് വന്നിട്ടുള്ള കൃഷ്ണമണി എങ്ങനെയുണ്ട്? അതാകുമ്പോ നമ്മുടെ കണ്ണിൽ ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് അത്യാവശ്യമായ സാധനവുമാണ്. കൃഷ്ണാന്നും വിളിക്കാം, മണിന്നും വിളിക്കാം. കൊള്ളാം കേട്ടോ, ഇതുവരെ ആരും ഇട്ടിട്ടില്ല. ഒരു വെറൈറ്റി ഉണ്ട് അതില്. അതാണ് ഞാൻ പറഞ്ഞില്ല എല്ലാം സെറ്റ് ആക്കാന്ന്. പേര് ഞാനാ പറഞ്ഞതെന്ന് പറഞ്ഞു തന്നെ അവരോട് പറഞ്ഞേക്കണോട്ടാ. അതൊക്കെ ഓക്കെ, പറഞ്ഞേക്കാം. ശരിയായില്ലേ? ശരി. അപ്പൊ ഓക്കെ. കുറച്ചുകൂടി അവിടെ ഓക്കെ. ആ അമ്മ അച്ഛനല്ലേ? ഇല്ലടാ, എല്ലാ കാര്യത്തിനും ഓടി കിടക്കാൻ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അത് നീ തന്നെ പോണം. ആ പിന്നെ 14, 15, 16, 17 എടാ, ഇത് പറയാൻ വേണ്ടി നീ ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ? ഓട്ടോറിക്ഷക്ക് കാശും കൊടുത്ത് ഇതൊക്കെ പറയും എൻ്റെ പൊന്ന് അനിരുദ്ധ. ഞാൻ വന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഇനി പിണക്കമുള്ളവരും ഉണ്ട്. പിന്നെ ഒരു കാര്യം, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവളും കൂടി വന്നതാണ് ചടങ്ങിൽ. അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവള് പറയും അവളോട് പറഞ്ഞില്ലെന്നും പറഞ്ഞ് അവളോട്ട് വരെയില്ല, എന്നോട്ട് വിടയില്ല. നല്ല ടീമാണ്, ഞാൻ പറയാതെ പോവുക. അപ്പൊ അവളോടും കൂടി ഒന്ന് പറഞ്ഞു. എനിക്കറിയാവുന്നല്ലേ, വിളിക്ക്. എന്താണ് 14, 15, 16, 17 അതിപ്പോ എന്തിനാ ഇതിന് മാത്രം പറയാനുള്ളത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. 14, 15 കഴിഞ്ഞാൽ 16, 17 ആണെന്ന്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. 14, 15, 16, 17 ഇവനെന്തൊക്കെയാ ഈ പറയണത്? എടാ, എല്ലായിടത്തും അങ്ങനെ തന്നെ. 14, 15 കഴിഞ്ഞാൽ 16, 17 ആണ്. അടുത്ത മാസം 14, 15, 16, 17 അത് പറയാനാണ് ഞാൻ വന്നത്. വർഷത്തിലെ എല്ലാ മാസവും 14, 15 കഴിഞ്ഞാൽ 16, 17 അതിനിടയ്ക്ക് 19, 20 വരൂല. എന്താടാ ഇത്? എടാ, ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ടുള്ള ചേട്ടനും പോയിട്ടുണ്ട്. 14, 15, 16, 17 ഒക്കെ എണ്ണാൻ ഞങ്ങൾക്കും അറിയാം. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്തോ ഇനി മാത്രം മനസ്സിലാക്കാൻ? ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞത് ആങ്കദ്യം കേൾക്ക്. അവൻ്റെ മര്യാദ അനുസരിച്ച് കൊണ്ട് ആ വീട്ടിൽ വന്നിട്ട് അവൻ്റെ ചടങ്ങ് പറഞ്ഞു 14, 15, 16, 17 ആണെന്ന്. അതിനകത്തൊരു തെറ്റും കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചടങ്ങാ? നീ കഴിഞ്ഞ ദിവസം ഇവന്റെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയാ? ആ, പോയി. എന്തിനാ പോയത്? ഒരാഴ്ച മുമ്പ് ഇവന്റെ അച്ഛൻ മരിച്ചപ്പോ അത് കാണാനായിട്ട്. അച്ഛൻ മരിച്ചിട്ട് പോയല്ല. പോയി. ആ ചടങ്ങിന് ഒരു അടിയന്തരം വേണം. വേണം. അതിന്റെ 16 അടിയന്തരം വിളിക്കാനാണ് അവൻ വന്നത്. അതാണ് പറഞ്ഞത് 14, 15, 16, 17 ആണെന്ന്. 14-ാം തീയതി 16, 15-ാം തീയതി വൻമുറി. അതാണ് പറഞ്ഞത്. 14, 15, 16, 17 മനസ്സിലായില്ല. 14, 15, 16, 17. എടാ, അത് നിനക്ക് പറയാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടാ. 14, 15 അടിയന്തരവും വൻമുറിയാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്ന. ഈ അതിനിടയ്ക്ക് 16, 17 ഒക്കെ കുത്തിക്കറ്റാൻ പോയത് കൊണ്ടല്ലേ ആകെ കൺഫ്യൂഷൻ ആയത്. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലായില്ല, പറഞ്ഞു കൊടുത്തേര്. നീ വെക്കോ, നീ മറന്നു കൊടുത്തു കേട്ടോ. 14, 15, 16, 17. എടാ, ഇപ്പൊ മനസ്സിലായി. അല്ല മനസ്സിലായി, അത് എനിക്ക് മനസ്സിലായി. അപ്പൊ അവന്റെ മുമ്പിൽ പോലും നിന്റെ ജനറൽ നോളജ് പോയില്ലേ? നിങ്ങൾക്കും ഇടയ്ക്കൊന്ന് പറയായിരുന്നു, എടി അടിയന്തരം ഒന്നും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കത്തൂലായിരുന്ന. ഓ, എന്നാ പറയാനാ, മുഴുവൻ തിരക്കല്ലേ. ഒരു മിനിറ്റ് ചേച്ചി, ഞാനേ അത്യാവശ്യമായിട്ട് ഒന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു. എന്തായിരുന്നു? അതെ, വൈഫിന് ഇത് 7-ാം മാസമാ. അതെങ്ങനെ? ഞങ്ങൾക്കൊക്കെ ഇത് 5-ാം മാസമാണല്ലോ. അതിനങ്ങനെ? അതെങ്ങനെ അങ്ങനെയെന്നാ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5-ാം മാസം അല്ലേ? മെയ് എന്ന് പറയുന്നത് 5-ാം മാസമാണ്. എന്റെ പൊന്നു ചേച്ചി, വൈഫ് പ്രഗ്നന്റ് ആയിട്ട് 7-ാം മാസമാണ്. അപ്പൊ അവരൊക്കെ വരും, വീട്ടുകാരൊക്കെ വരും. അപ്പൊ എല്ലാരെയും കൂടെ ഒന്ന് വിളിച്ച്, നിങ്ങളെയൊക്കെ ഒന്ന് വിളിച്ച് അതിനകത്തൊന്ന് പങ്കെടുപ്പിക്കണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആ 7-ആയിരുന്നു. ചേട്ടൻ എന്താ ചേച്ചി? ചേട്ടന് ഒരു 16-ന്റെ കേസിൽ കിളി പറഞ്ഞിരിക്കണം. അല്ല, ചേട്ടനെ ഒന്ന് കണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞു. അയ്യോ വേണ്ട, ഇതൊക്കെ ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്താന്നാ, പുള്ളിക്ക് ഒരു 15 മിനിറ്റിന്റെ കുറവുണ്ടേ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയാലേ പുള്ളിക്ക് നേരെ ജോലി മനസ്സിലാവും. ഒന്ന് വിശദമായിട്ട് പറയണേ. ഞാനിവിടെ വന്നിരുന്നു എന്ന് പറയണം കേട്ടോ, പ്രത്യേകം പറയണം കേട്ടോ, മറക്കല്ലേ. ഇല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉറപ്പായിട്ട് വന്നു. ഓക്കെ, തിരക്കുണ്ട് അതാ കേട്ടോ. ഹലോ. 16-ന്റെ കേസിന്റെ കയ്യിൽ നിന്ന് പോയി. 7-ൽ ഞാൻ എണി വെച്ച് കയറും. ഇത് ഞാൻ സ്കോർ ചെയ്യും. ചേട്ടാ, അറിയാല്ല, 28 വിളിക്കാൻ വേണ്ടി വന്നാണ് ഞാൻ ചേട്ടനോട് ഇപ്പൊ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളു. ചേട്ടൻ എങ്ങനെ കലിപ്പാണ്? ചേട്ടന് കുഴപ്പമൊന്നുമില്ല. ഒരു 16-ന്റെ ഒരു 7-ന്റെ കേസ് പറഞ്ഞോണ്ട് അങ്ങനെ നിക്കായിരുന്നു. അപ്പോഴത്തേക്ക് ഇതേ അതിന്റെ 4 ഇരട്ടിയും കൊണ്ട് ആളുകൾ ഒന്നല്ല. അങ്ങോട്ട് വരാനായിട്ടൊരു ചേട്ടനൊരു സിംഹമാണ്. ചെലപ്പോ ഇച്ചിരി ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയെന്നിരിക്കും. നീ ഒട്ടും കുറക്കട്ടെ, നിന്നെ കൊണ്ടാകാവുന്ന പോലെ നീയും പറഞ്ഞോളണം. വാ, ചേട്ടൻ്റെ അടുക്ക് ചെന്ന് സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി നിന്റെ സപ്പോർട്ടാണ്. അളിയൻ വന്നിരിക്കണ. നമസ്കാരം. അതല്ല, അജിത്ത്. അളിയാ, ഞാൻ കൊച്ചിന്റെ പരിപാടി പറയാൻ വേണ്ടി വന്നാണ്. എന്റെ കൊച്ചിന്റെ 28, അളിയന്റെ പെങ്ങളുടെ കൊച്ചിന്റെ. അളിയാ, എനിക്ക് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അളിയൻ ക്ഷമിക്കുക. അളിയൻ വന്ന് മുന്നിൽ നിന്ന് വേണം ഈ പരിപാടി എനിക്ക് നടത്തി തരാൻ വേണ്ടി.
പോവല്ലേ അളിയ. അപ്പൊ അളിയാൻ വരൂല്ലേ പരിപാടി നടത്താൻ? അല്ല വിളിച്ചാ വരും. അല്ല വിളിക്കാൻ വേണ്ടി ഞാൻ വന്നത്. അളിയനെ വിളിക്കാൻ ഇപ്പൊ വന്നതെന്താണെന്നറിയോ? അളിയനെ വിളിച്ചിട്ട് വേണം എനിക്ക് ബാക്കിയുള്ളവരെയൊക്കെ വിളിക്കണം. അതിനുവേണ്ടി അളിയനോട് ചോദിക്കാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. ആരും വിളിച്ചിട്ടില്ല. ആരും വിളിച്ചിട്ടില്ല. എന്നാണ് ആദ്യം വിളിച്ചത്? ഞാൻ വിളിച്ചോട്ടെ? വിളിച്ചോ, കുഴപ്പമില്ല. അപ്പൊ വരുന്ന ഞായറാഴ്ചയാണ് കൊച്ചിന്റെ 28 കേട്ടാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് തന്നെ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ നാളെ തന്നെ അങ്ങോട്ട് എത്തിയേക്കണം. ഇവിടെ വന്നില്ലേലും ഞാൻ വന്നിരിക്കും. അത് മതി, കേട്ടാ മതി. നീ എന്താ ഈ തൊപ്പിയൊക്കെ ഇട്ടേക്കണ? തോറ്റു തൊപ്പിട്ടാണോ? ഇല്ലളിയാ, അത് ഈ കഷണ്ടി ആയതുകൊണ്ടേ ആൾക്കാർ കാണുമ്പോൾ ഒരു നാണക്കേട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തപ്പി വെച്ചാണ്. കഷണ്ടി കയറി വരുന്നത് എന്താ ചെയ്യണേ? എന്തെങ്കിലും മരുന്നുണ്ട് അതിന്? മരുന്നൊന്നും വരുത്തിയിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു വിഗ് മേടിച്ച് വെച്ചാൽ മതി. വിഗൊക്കെ വെക്കണമെന്നൊരു ഭയങ്കര ചെലവാണ്. മാത്രമല്ല എവിടെയെങ്കിലൊക്കെ തട്ടിത്തറഞ്ഞ് പോവുകയാണെങ്കിൽ അപ്പൊ ഇതിലും വലിയ നാണക്കേടാ. ശരിയാ. അല്ലെ പിന്നെ ഒരു കാര്യം ചെയ്യണം, നല്ല പച്ച വെളിച്ചെണ്ണ മേടിച്ചിട്ട് ചൂടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് സ്ഥലത്തും വരട്ടണം. അപ്പൊ കഷണ്ടി കയറൂല. കഷണ്ടി കയറി ഇങ്ങനെ വരുന്ന സമയത്ത് ഈ എണ്ണയിൽ തട്ടി തീട്ടി താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. കൂട്ടുകാരനാണോ? കൂട്ടുകാരൻ. കേട്ടാ. അപ്പൊ ഞായറാഴ്ച ചേച്ചി വന്നേക്കണം കേട്ടാ. പിന്നെ അളിയൻ പറഞ്ഞ പേരാണ് കൊച്ചിനിടുന്നത്. അതെ, നിന്നോട് ഞാൻ പറഞ്ഞാടി ആ പേര് പറയരുതെന്ന് ഞാൻ പറഞ്ഞാണ്. തൂറാൻ പോയി എന്ന് പറഞ്ഞ് ഞാനൊരു പേര് തമാശക്ക് പറഞ്ഞല്ലടി. അപ്പൊ തന്നെ ഞാൻ പേര് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താ. ഞാൻ അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ തൂറാൻ പോയവന്റെ അമ്മാവനെന്ന് പറഞ്ഞ് ഞാൻ പിടി കേൾക്കൂലടി. ഞാൻ അങ്ങനത്തെ പേരല്ല പറഞ്ഞത്. പിന്നെ ഞാൻ കൃഷ്ണമണി എന്നുള്ള പേരാ പറഞ്ഞത്. അത് ഞാൻ അതേളിയാ. അത് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങി അപ്പൊ ഉറക്കത്തി പറഞ്ഞതാ. മറ്റേ പറഞ്ഞു. കൃഷ്ണമണി ആ പേര് കേട്ടപ്പോഴാണ് എനിക്ക് അളിയനോടൊരു ബഹുമാനം തോന്നി. അപ്പൊ ചേച്ചി മറക്കരുത്, അടുത്ത ആഴ്ചയാണ് പരിപാടി, വന്നേക്കണം കേട്ടോ. അടുത്ത ആഴ്ചയാണല്ലേ? അടുത്ത ആഴ്ച. അടുത്ത ആഴ്ച എന്ന് പറയുമ്പോ പോരാ ഒരു എന്താ പ്രശ്നം എന്താണ്? അതെ, നിങ്ങളുടെ പെങ്ങടെ കല്യാണം കഴിഞ്ഞിട്ടേ 7 മാസമല്ലേ ആയുള്ളു. അന്നേരം പ്രസവിക്കണേ എങ്ങനെയാ? അല്ല, അത് 7 മാസം എന്ന് പറയണത് അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുംഭം 3 കല്യാണം, കുംഭം മീനം 4, മേടം 5, ഇടവം 6, മിഥുനം 7, കർക്കിടകം 8, ചിങ്ങം 9 മാസം പ്രസവിച്ചില്ല. എന്തിനാണ് ഇങ്ങനെ സംശയിക്കണത്? 9 മാസം 9 നാഴിക 9 വിനാഴിക, അതാണ് പ്രസവത്തിന്റെ കാലാവധി. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച്. നിന്നെ പോലെ നീ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ, സംശയങ്ങൾ ഉണ്ടാക്കല്ലേ കേട്ടാ. മനുഷ്യൻ വിഷമിച്ച് ചത്തു. മോശമായിപ്പോയി. ഞാനങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ ഭാര്യ ഇപ്പം എന്നെ വിളിച്ചുകൊണ്ട് പോയത് എന്തിനാണെന്നറിയാമോ? ഏത് പെണ്ണാണ് കല്യാണം കഴിഞ്ഞ് 7-ാം മാസം പ്രസവിക്കണത് എന്ന് ചോദിക്കാനാ. അവളുടെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ പതറിപ്പോയി. പിന്നെ അവൾ കണക്കിൽ കുറച്ച് വീക്കായതുകൊണ്ട് ഒരു കണക്ക് പറഞ്ഞ് ഞാൻ അവളെ അവസാനിപ്പിച്ച് അവിടെ ഒരു കണക്കിൽ എപ്പിച്ച്. മനസ്സിലാവണ്ട? നീ അവളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നിൻ്റെ കൊച്ചു അവളുടെ ഉദരത്തിൽ വളരണമെന്ന് എനിക്കറിയാം. അവൾ 3 മാസം ഗർഭിണിയായിരുന്നു. അത് നിനക്കും അറിയാം, അവൾക്കും അറിയാം, അവൾ പറഞ്ഞ് എനിക്കും അറിയാം. ഇല്ലേ? അവളുടെ മുമ്പിൽ നിന്റെ നിലയും വിലയും കളയാതിരിക്കാനാണ് ഞാൻ ഈ നുണ പറഞ്ഞു ഒപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. നന്ദി വേണം കേട്ടോ നിനക്ക്. അളിയൻ വെറുവളിയനല്ല, പൊന്നളിയനെ അളിയാ. പൊന്നാണെന്ന് കരുതി ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടേ അളിയനെ പണയം വെക്കരുത് അളിയാ.